ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അച്ചുവിൻ്റെ വീട്ടിലാണ്. ദേവുവിന് നല്ല പനിയായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ കാരണം തന്നെ എനിക്കിന്ന് ഹാഫ് ഡേ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ ലീവ് എടുത്തു ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി വരുമ്പോഴാണ് അവൾ കോൾ ചെയ്തിട്ട് വായോ ഇന്നത്തെ ഡേ മൊത്തം കുക്കിങ്ങൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം എല്ലാവർക്കും കൂടെ പറഞ്ഞിട്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിരുന്നിട്ട് നേരാക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നേരേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോൾ ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ സുഖമായിരിക്കും കുക്കിങ്ങൊക്കെ. അപ്പോൾ ദേവുവിനുള്ള സ്നാക്സ് തരികയാണ് അമ്മ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചായ കുടിച്ചു. പിന്നെ പൂജയ്ക്ക് താഴെയുള്ള നെയ്ബേഴ്സ് അവർക്ക് സ്വീറ്റ്സും പൊരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലിപാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ വെച്ച് നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചിക്കൻ വാങ്ങാൻ പോയി. ചിക്കനും കാടയും കുറച്ച് പാല് തൈര് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാം. കാരണം ഓൾമോസ്റ്റ് 6:30 ഒക്കെ ആയിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 ഐറ്റമാണ്: കാട ഫ്രൈ, ചിക്കൻ കറി, ഗീ റൈസ്. അപ്പോൾ ഗീ റൈസ് അമ്മയും ചിക്കൻ കറി ഞാൻ, അതുപോലെ തന്നെ കാട ഫ്രൈ സിസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവരുടെ കിച്ചൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു തമിഴ്നാട് ടച്ചാണ്. കാരണം ഈ കിച്ചൺ സെറ്റ് ചെയ്തതും അതിലേക്കുള്ള വെസൽസ് എല്ലാ സാധനങ്ങളും വാങ്ങിയതും ഒക്കെ സുഗുവിൻ്റെ അമ്മയാണ്. അത് കാരണം തന്നെ അവരുടെ ഒരു രീതിയിൽ പക്ഷേ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി ഫുള്ള് ചെറുള്ളിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ചെറുള്ളി യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ അതിനാണല്ലോ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് നേരേക്ക് ചെയ്യും കൂടെ കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്റ്റവിൽ ഞാനും ഉണ്ടാക്കുന്നുണ്ട്, മറ്റേ സ്റ്റവിൽ അമ്മയും ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് മാറിയാലേ എൻ്റെ സിസ്റ്ററിന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ അവൾ ദേവൂനെ നോക്കുക, അതുപോലെ തന്നെ അവർ വാക്കിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ദേവൂന് കുറച്ച് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങാൻ പോയ സമയത്ത് കുറച്ച് വാട്ടർമെലൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കഴിച്ചിട്ട് ബാലൻസ് ഉള്ളപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഒരാളവിടെ കിച്ചൺ ക്ലീനിങ് ആണ് നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകി വെച്ചാൽ പണി തീർന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുഡ് ആയിക്കഴിഞ്ഞാലും കിച്ചണിലെ പാത്രങ്ങളും അതൊക്കെ ക്ലീൻ ചെയ്യാൻ കിടക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോയ്ക്ക് മുമ്പ് 2 വാക്ക് സംസാരിക്കും. നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചമ്മലും കാര്യങ്ങളൊക്കെ. എൻ്റെ ചിക്കൻ കറി, അമ്മയുടെ എവിടെ കാണാമല്ലോ നെയ്ച്ചോറ് അല്ലമ്മ. നീ എന്തുണ്ടാക്കാൻ പോകുന്നത്? അമ്മ എങ്ങനത്തെ റെസിപ്പി അമ്മ? ചിരിച്ചോ? അമ്മ ആദ്യമായിട്ടാണ് വീഡിയോ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത്, അതിന്റെ ആണ് കാണുന്നത്. അപ്പൊ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം. അപ്പൊ അരി കുതിരാൻ വെക്കണോ? ഇല്ലെങ്കിലും സെയിം അളവല്ലേ അല്ലേ? അപ്പോൾ ഇനിയും ഇതുപോലെ കിടിലൻ ഫുഡൊക്കെ ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ ഇനിയും വീഡിയോയ്ക്ക് കൊണ്ടുവരാൻ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയ കാരണം നമ്മൾ പറയുന്നത് കേൾക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അവരും കുറച്ച് എക്സ്പോഷറൊക്കെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. അപ്പോൾ അമ്മയുടെ ഓൾമോസ്റ്റ് കുക്കിംഗ് അമ്മയുടെ ഫിനിഷ് ആവാറായി. ആ ടൈമിലൊരു 8:30 ഒക്കെ ആയുള്ളൂ. അപ്പോൾ ദേവൂന് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 10 o'clock ആവും. ആ സമയത്ത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവളെന്തായാലും കിടന്നുറങ്ങില്ല. പിന്നെ എനിക്ക് ശിവരാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചുവിൻ്റെ അടുത്ത് ഇൻ ബിറ്റ്വീൻ അവളെ കുളിപ്പിക്കുകയെന്ന് പറഞ്ഞു. കാരണം അവളെ കാട ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് മൂവ് ആവണം. അപ്പോൾ ആ ടൈമിൽ അവൾ ഫ്രീ അല്ലേ ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ദേവുവിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പിയാണ്. അപ്പോൾ അവരായിക്കോട്ടെ വിചാരിച്ച് ഞാൻ തിരിച്ച് വീണ്ടും കിച്ചണിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെറിയുള്ളിയിൽ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സവാള യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അൺഹെൽത്തി ഫീലൊക്കെയാണ് വരുന്നത്. കാരണം ചെറിയുള്ളി ഒന്നും കൂടെ ബെറ്ററാണ്, നല്ലതാണ്, അതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടറിയും കണ്ടറിയൊക്കെ ചെയ്യുക. കാരണം ടേസ്റ്റിനും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം നമുക്കൊരു കാര്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് താഴേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ള് 2 വീട്ടിലും ചെറുള്ളിയിലാണ് മെജോറിറ്റി കുക്കിംഗ് ചെയ്യുന്നത്. അതുപോലെ കറിക്ക് കുറച്ച് തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പ്യൂരിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ സിസ്റ്ററും ദേവുട്ടും ഈ ടൈമിൽ ഒരു വാക്കിങ്ങിന് പോകണം പറഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ 2 പേരും കൂടെ വാക്കിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ അവൾ ഫുൾ ടൈം വീട്ടിലെത്തി കഴിഞ്ഞാൽ അവൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ബെറ്ററായി തോന്നി. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഈ ഉള്ളി വാട്ടുന്നതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മ അവൾ വരുന്നതിന് മുമ്പ് കാടയിലേക്ക് മസാലയൊക്കെ തേച്ച് വയ്ക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കോൺഫ്ലവർ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാട അതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നോർമലി എല്ലാവരും ഇതുപോലെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ
ഡീപ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ലൈക്ക് മുട്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ, അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ എല്ലാം ആഡ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുക്കിംഗ് വല്ലാതെ കോംപ്ലക്സ് ആക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് വലിയ ടേസ്റ്റും തോന്നാറില്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചതിൻ്റെ വെള്ളം നമ്മൾ ഓൾറെഡി വഴറ്റിക്കൊണ്ടിരിക്കുന്ന ചെറിയുള്ളി മസാലയൊക്കെയുള്ള മിക്സിക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കാൻ വെക്കുക. നന്നായി തിളച്ചിട്ട് നല്ല ഒരു കുറുകി വരുന്ന ആ സ്റ്റേജിൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ തന്നെ നമ്മുടെ വാക്കിന് പോയ 2 വ്യക്തികൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും വാക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും ഇനിയിപ്പോൾ നമ്മൾ അച്ഛന് കിച്ചൺ ഒഴിഞ്ഞു കൊടുക്കണം. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും റെഡിയായി. നമ്മുടെ 2 വിഭവം ചിക്കൻ കറി ആണെങ്കിൽ നെയ്ച്ചോറാണെങ്കിലും റെഡിയായി. ഇനി എൻ്റെ ചിക്കൻ കറിയിലേക്ക് കുറച്ച് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ച് ചിക്കൻ ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഈ മസാല ചിക്കൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മല്ലിയില ഇടുക, ഇറക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ വന്നപ്പോൾ തന്നെ കാർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അവൾ എന്ത് ഫുഡാണെങ്കിലും നല്ലപോലെ ചെക്ക് ചെയ്ത് ക്ലീനായിട്ട് ഫാറ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ദേവുവിന് എരിവില്ലാതെ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് കൊടുക്കണം ഗ്യാപ്പിൽ. നമ്മുടെയൊക്കെ ഓൾമോസ്റ്റ് കുക്കിങ്ങും നെയ്ച്ചോറൊക്കെ ആകുമ്പോഴേക്കും ഒരു 9 മണിയാവും. അപ്പോൾ അതൊരു അവൾക്ക് വിശക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അമ്മയുടെ നെയ്ച്ചോറ് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് ആ കുക്കറിലേക്ക്, അതായത് റൈസിലേക്ക് നമ്മൾ കാഷ്നട്ടും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തത് അതിലേക്ക് ഒഴിക്കുകയാണ്. ആ നെയ്യോടൊക്കെ ഒഴിക്കുന്നത്. നമ്മൾ പായസത്തിലൊക്കെ പറയുമ്പോൾ നെയ്യ് ഒഴിക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മളത് കോരി മാറ്റില്ല ചെയ്യുക. ഇത് അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിന, ഈ വക സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആഡ് ചെയ്യാം. കാരണം ഓക്കെ, ഇറ്റ്സ് ഓപ്ഷണൽ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിലും അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് ഇനിയിപ്പോൾ അച്ചുവിൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത കുക്കിങ്ങിൽ വെച്ച് കാണേണ്ട ഒരു സംഭവം പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇവരുടെ ഞാൻ പാത്രങ്ങളുടെ കാര്യം പറയുന്നല്ലോ, ഇത് ഇരുമ്പ് ചട്ടിയിലാണ് അവർ ഫുൾ ഫ്രൈ എല്ലാം, ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം ഫ്രൈ ചെയ്യുന്ന ഈ ഒരു ഇരുമ്പ് ചട്ടിയിലാണ്. അതുപോലെ ദോശയ്ക്കാണെങ്കിലും ഇരുമ്പ് ചട്ടിയാണ്. നമ്മൾ നോർമലി ഇപ്പോൾ മോഡേണായിട്ട് എല്ലാവരും നോൺ സ്റ്റിക്ക് പാൻസും എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇവർ യൂസ് ചെയ്യുന്നത് ഇതാണ്. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി ഹാബിറ്റ്, അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയിട്ടോ. സോ ഞാനും ഫുള്ളി ഇതേപോലെ അഡാപ്റ്റ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ പാത്രങ്ങളൊക്കെ ഉണ്ടോ, ഇതുപോലെ നമ്മളൊക്കെ ഓരോ കുപ്പിയിലേക്ക് ബോട്ടിലാക്കി വെക്കും, എന്നിട്ട് അതെടുത്ത് ഒഴിക്കല് ചെയ്യുക. ഇവർ ഒരു ഓയിലിന് വേണ്ടിയിട്ട് ഒരു ഭരണിയുണ്ട്, ഓരോ ഓയിലിനും ഓരോ ഭരണിയുണ്ട്. അതിൽ നിന്ന് ഒരു തവി ഉണ്ടാവും, എണ്ണ എടുക്കാനൊരു തവി, അതായിട്ട് എടുത്ത് ഒഴിക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നി. പക്ഷെ അവൾ ഇത്രയും കാലം വളർന്നു വന്നിട്ട് നമ്മുടെ കിച്ചണിൽ അവൾ കയറിയിട്ടില്ല. ആദ്യമായിട്ട് കയറുന്നത് ഈ തമിഴ്നാട് കിച്ചൺ സറൗണ്ടിങ്സിലാണ് അവൾ കുക്ക് ചെയ്യുന്നത്. സോ അവൾ ഈസിയായിട്ട് അഡാപ്റ്റ് ആവാൻ പറ്റി അവൾക്ക്. സോ അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം നമ്മുടെ വീട്ടിലെ കിച്ചണിൽ കയറാതിരുന്നത്. അപ്പം അങ്ങനെ കാട ഫ്രൈ എന്ന് കണ്ടാൽ തന്നെ അറിയാം നമ്മളിപ്പോൾ അംഗത്തിന് പോകുന്ന പോലെയാണ്. ഒരു പരിചയം ആളും കൂടെ കൊടുത്താൽ മതി അവൾക്ക്. ആ ഒരു സിറ്റുവേഷനാണ്. സത്യം പറഞ്ഞാൽ ഇത്ര പേടിച്ച് കുക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ലീവ് ഡേയ്സിൽ നമ്മുടെ വീട്ടിലായിരുന്നു കുക്കിങ്. അപ്പോൾ നമ്മൾ ചിക്കൻ സൂപ്പ്, ചിക്കൻ കറി, അപ്പോൾ തന്നെ എൻ്റെ ഫ്ലോപ്പ് ആയിട്ടുള്ള KFC ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇനി കാടയും കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഇന്നത്തോടെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാത്ത ഒരാൾ ഏട്ടൻ മാത്രമാണ്. കാരണം ഏട്ടൻ വരാൻ എന്തായാലും ഒരു 10-11 മണിയാവും. പിന്നെ നമ്മുടെ ഏട്ടൻ ഗാന്ധിപുരത്തു നിന്നാണ് വരിക. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴേക്ക് കുറച്ച് ദൂരം എടുക്കുന്നുണ്ടാവും, ഡിഫിക്കൽട്ടാണ്. ഇവിടെ വന്ന് പിന്നെ വീണ്ടും വന്ന വഴിയൊക്കെ തിരിച്ചു പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏട്ടനുള്ള ഫുഡ് അങ്ങോട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിക്കേണ്ട, ഓഫീസിൽ നിന്ന് അവിടെ ഫുഡ് ഉണ്ട്, ഓഫീസിൽ നിന്ന് കഴിക്കേണ്ട, വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാട വറുത്ത് മാറ്റണം, വറുത്ത് കോരണം. അതിനുശേഷം ഏട്ടനുള്ള ഫുഡ് പാക്ക് ചെയ്യണം, നമ്മൾ ഫുഡ് കഴിക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ, ഞാനും സിസ്റ്ററും ഒക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അതുപോലെ തന്നെ രണ്ടുപേരും അടുത്തടുത്ത് നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. സോ അതൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തിട്ട് അപ്പോൾ ഫുൾ ഫുഡൊക്കെ പാക്ക് ചെയ്തു, നമ്മളെല്ലാവരും കഴിച്ചു, സുഗൂനൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ക്യാബ് വരുമ്പോൾ 9:30 ഒക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇപ്പോൾ ദീപാവലിയൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ പ്രോസോൺ ഫുള്ള് നല്ല രീതിയിൽ അവർ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ദിവസം ഓഫീസിൻ്റെ മേലെ പോയി ടെറസിൻ്റെ മേലെ പോയി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ദേവുവിന് ഫീവർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ രാവിലെ തന്നെ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെയാണോന്ന് അറിയില്ല, ദേവുവിന് സിറപ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവൾ വല്ല ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് കുടിക്കുക. ചില സമയത്ത് ഈ മരുന്നിന് വേണ്ടി അവൾ വാശിയടക്കം പിടിക്കും, വേണം വേണം എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ മുന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓൾമോസ്റ്റ് 1 ഇയർ ആവുന്നവരെ എനിക്ക് ഏറ്റവും വലിയ ഹെക്റ്റിക് ടാസ്ക് ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഈസിയാണ്. കാരണം അവൾ ഇങ്ങോട്ട് ചോദിച്ചു വരും, ഡോക്ടറെ കാണാൻ പോകുന്നതിന് അവൾ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതൊരു ചെറിയ റിലാക്സേഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ നല്ലപോലെ സ്ട്രഗിൾ ചെയ്തൊരു കാര്യം എനിക്ക് അത്രയും ഈസി ആവുന്നുണ്ട്. ഇപ്പോൾ ലൈഫും അതുപോലെ തന്നെയാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ കഴിഞ്ഞു. ദേവുവിനിപ്പം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ചപ്പോൾ അവളിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. പിന്നെ ഒരു ഈച്ചേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ഈച്ചേനെ കോരി ക്ലീൻ ചെയ്ത് അടിച്ച് ചൂലും മോറൊക്കെ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. സോ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരട്ടെ.